കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ കഴിഞ്ഞ 13ാമത്തെ ശ്ലോകം പറഞ്ഞപ്പോഴേ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് കർമ്മം യജ്ഞമായി ചെയ്താൽ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞല്ലോ. അതായത് യജ്ഞമായിട്ട് ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യണേ? കർമ്മ ഫലത്യാഗമുണ്ട് അല്ലേ? റിനൗൺസിയേഷൻ അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് ദ കർമ്മഫലം അല്ലേ? അതിൻ്റെ റിസൾട്ട്സിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞില്ലേ? അതായത് കർമ്മഫലത്തിനെ ത്യജിക്കുകയാണ്, റിനൗൺസിയേറ്റ് ചെയ്യാണ്. അപ്പോൾ സത്യം പറഞ്ഞു വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ, ത്യാഗം കൊണ്ടാണ് നമ്മുടെ മനസ്സ് ശുദ്ധാവണത്. ത്യാഗം ചെയ്തിട്ടാണ് നമ്മുടെ മനസ്സ് പതുക്കെ പതുക്കെ ശുദ്ധാക്കിക്കൊണ്ടല്ല പറഞ്ഞു. അതിനൊരു കഥ ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം പറയാൻ പറ്റിയില്ല. അത് നല്ലൊരു ഇതാണ് കേട്ടോ. എന്താ അറിയോ, നമ്മുടെ അംബരീഷ മഹാരാജാവ് ഉണ്ടല്ലോ, അംബരീഷ മഹാരാജാവിൻ്റെ അച്ഛനാണ് നാഭാഗൻ. അദ്ദേഹം അന്ന് അംബരീഷൻ മഹാരാജാവൊക്കെ ആവണതിൻ്റെ മുമ്പേ നാഭാഗന് അത്ര വലിയ കഴിഞ്ഞുകൂടാനൊന്നുമില്ല, ദാരിദ്ര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു യജ്ഞത്തിന് ആരും അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടൊന്നുമില്ല. യജ്ഞത്തിന് എപ്പോഴും ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും, യാഗങ്ങൾക്കൊക്കെ. അപ്പോൾ അത് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് യജ്ഞത്തിന് ഇങ്ങനെ അവർ ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോയി. അപ്പോൾ അത് മാത്രമല്ല, പോണേൻ്റെ മുമ്പേ അപ്പോൾ അദ്ദേഹത്തിന് പക്ഷെ നല്ല കുറേ മന്ത്രങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അതായത് ഈ യാഗത്തിനൊക്കെ യജ്ഞത്തിനൊക്കെ ഉപയോഗിക്കേണ്ട പല വേദമന്ത്രങ്ങൾ അസലായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതൊന്നും വിചാരിച്ചിട്ടില്ല, വെറുതെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ആചാര്യന്മാരിങ്ങനെ യജ്ഞത്തിന് ഹവിസൊക്കെ അർപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് ചില മന്ത്രങ്ങൾ അത്ര ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവരെ യജ്ഞം വേണ്ട പോലെ സമാപിക്കാൻ, വേണ്ട പോലെ ചെയ്ത യജ്ഞം മംഗളമായിട്ട് ഒരു സമാപനം സാധിപ്പിച്ചു കൊടുത്തു ഇദ്ദേഹത്തിന്. അവർക്ക് സംശയമുള്ള മന്ത്രങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നല്ലോണം അറിയാം. അപ്പോൾ അദ്ദേഹം അതൊക്കെ ചൊല്ലി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി യജ്ഞമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യജ്ഞത്തിന് അവർ പ്രസാദിച്ചിട്ട് ഈശ്വരന്മാരാരെങ്കിലും, ആരെയാണെന്നോ മിത്രനോ വരുണനോ ഇന്ദ്രനോ ആരാച്ചാൽ അവർ വന്നിട്ട് അവർ വരിക, നേരിട്ട് പ്രത്യക്ഷം വരില്ല. യജ്ഞത്തിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും അതിൻ്റെ പ്രസാദം എന്ന് പറയട്ടെ, പ്രസാദമൊക്കെ കൊടുത്തു എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് യജ്ഞത്തിന് വേണ്ടിയിട്ട് സംഭരിച്ച കുറേ കാര്യങ്ങൾ ബാക്കി വരും. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, ഇദ്ദേഹത്തിനോട് നാഭാഗനോട് പറഞ്ഞു, അതൊക്കെ എടുത്തോളൂ പറഞ്ഞു. ചോദിച്ചിട്ട് കൂടിയല്ല കേട്ടോ, ചോദിച്ചിട്ട് ഒന്നും എടുത്തോളൂ പറഞ്ഞു. എടുത്തോളൂ, അങ്ങനെ ഞങ്ങളെ എത്ര സഹായിച്ചു, യാഗമൊക്കെ വേണ്ട പോലെ ചെയ്യാനായിട്ട് ഇത് കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോകാൻ ഇങ്ങനെ ഭാവിക്കുന്ന സമയത്ത്, എടുത്തോ തന്നെ സംശയമാണ്, എടുക്കാൻ ഭാവിക്കുക അല്ലെങ്കിൽ ഒക്കെ ഒരു ഭാഗത്ത് വെച്ച് കൊണ്ടുപോകാമെന്നിങ്ങനെ വിചാരിച്ച് റെഡിയായി നിൽക്കുമ്പോൾ ഒരു ദിവ്യ പുരുഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇതെടുക്കാൻ പാടില്ല, യജ്ഞാവശിഷ്ടമൊക്കെ എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നാഭാഗൻ നല്ല വിനയവും നല്ല സ്വഭാവമാണ്, നല്ല സാത്വികനാണ് നാഭാഗൻ. ഈ ദിവ്യപുരുഷൻ വന്നിട്ട് ഇതൊക്കെ എനിക്കുള്ളതാണ്, ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ കൊടുത്തതാണ്, ഈ പുരോഹിതന്മാർ കൊടുത്തതാണ്. പക്ഷേ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനൊരാൾ വന്നിട്ട് അരുതെന്ന് പറഞ്ഞപ്പോൾ നാഭാഗൻ നല്ല സാത്വികനാണ്. ഓ ശരി, വേണ്ട, എനിക്ക് വേണ്ട പറഞ്ഞു. അങ്ങനെ ത്യാഗം, അവനോട് കിട്ടിയതാണെങ്കിലും വേണ്ട, എന്നാൽ ശരിട്ടോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് വേണ്ട എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ആ ദിവ്യപുരുഷന് സന്തോഷമായി ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്. ആരായിരുന്നു അറിയാം? ആ ദിവ്യപുരുഷൻ ശിവനായിരുന്നു. അപ്പോൾ വേഗം ശിവൻ്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി അങ്ങയുടെ ആ ത്യാഗമനോഭാവം കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്, അത് മാത്രമല്ല അദ്ദേഹം ജ്ഞാനവും കൊടുത്തു, ജ്ഞാനവും ഉപദേശിച്ചു ശിവൻ. അങ്ങനെ അദ്ദേഹത്തിന് മെറ്റീരിയലായിട്ടുള്ള സ്വത്തും കിട്ടി,
ഭൗതികമായിട്ടുള്ളതും കിട്ടി, ആത്മീയ ജ്ഞാനവും സ്വത്തും കിട്ടി, ആത്മീയ ജ്ഞാനവും കിട്ടിയിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. ധാരാളം സ്വത്തായി. അപ്പം യജ്ഞാവശിഷ്ടം കുറേ ഉണ്ടാവണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശിവൻ്റെ അനുഗ്രഹം ഉണ്ട്. കഴിഞ്ഞ് അദ്ദേഹം സുഖമായി. അദ്ദേഹത്തിൻ്റെ മകനാണ് അംബരീഷൻ. അപ്പോൾ ഒന്നും കൂടിയും പറയുന്നുണ്ട്, ഞാൻ വായിച്ച ആ കഥയിൽ. അതായത് അംബരീഷൻ എത്ര ഭക്തനായിട്ടൊക്കെ വന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ത്യാഗം ചെയ്താൽ ആ കുലം കൂടിയും ശുദ്ധാവുന്നതാണ്. പിന്നെ അവർ ജനിക്കുന്നവർ പോലും പാപമില്ലാത്തവരായിട്ട് ജനിക്കുന്നതാണ്. അതാണ് അംബരീഷിനെ പോലെ ആ ഭാഗന് അംബരീഷിനെ പോലെ ഭക്തനായിട്ടുള്ള ഒരു മകനെ ലഭിച്ചു. അതുകൊണ്ടാണ് എന്ത് ത്യാഗവും ആ ത്യാഗം ചെയ്യുന്ന ആളെ മാത്രമല്ല ശുദ്ധീകരിക്കണത്, ആ കുലത്തിനെ മുഴുവൻ ശുദ്ധീകരിക്കും എന്ന് ഞാൻ വായിച്ചു. അതാണ് കഴിഞ്ഞതിൽ പറയേണ്ടതായിരുന്നു കേട്ടോ. ത്യാഗം മനസ്സിനെ, അതൊക്കെ അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ 14 വായിക്കാം. അന്നാദ്ഭവന്തി. ഇതിലെന്താ പറഞ്ഞത് അറിയുക? 14ലും 15ലും ഈ ജീവിതചക്രം, ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് പ്രപഞ്ചത്തിലത്തെ നമ്മളെ മനുഷ്യരെ കൂട്ടണ്ട, മനുഷ്യരല്ലാത്തവരൊക്കെ എല്ലാം ഒരു യജ്ഞമായി ചെയ്യുന്നു എന്നും കാണിക്കൊണ്ടൊരു ശ്ലോകമാണ്. ഇൻട്രസ്റ്റിംഗ് ശ്ലോകമാണ്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ് അന്നസംഭവ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞ കർമ്മസമുദ്ഭവ. ഇനി മറ്റതും കൂടി വായിക്കാം. കർമ്മബ്രഹ്മോദ്ഭവം വിദ്ധി 15. ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പോൾ നമുക്ക് 14ഉം 15ഉം കൂടി അങ്ങോട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. 3-ാം അധ്യായമല്ലേ? 3-ാം അധ്യായത്തിൽ അതെ, നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും പേജ് മറിഞ്ഞു. പോട്ടെ. 14ഉം 15ഉം ഓക്കെ, അതൊന്നിച്ച് ചെയ്യാണ് എളുപ്പേ. അപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം കേട്ടോ. എന്നാൽ ഞാൻ അർത്ഥം മാത്രമേ പറയുള്ളൂ, നമുക്കത് എനിക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. അന്നാദ് അന്നത്തിൽ നിന്ന്, ഭൂതാനി ജീവികൾ, ഭവന്തി ഉണ്ടാകുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് ശരീരമൊക്കെ പുഷ്ടിപ്പെട്ട് നല്ല ഹെൽത്തി ആകുമ്പോഴാണല്ലോ അവരുടെ സ്പേമും എഗ്ഗും ചേർന്ന് കുട്ടി ഉണ്ടാവണത്. അപ്പോൾ അവരൊന്നും കഴിക്കാത്ത ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ എനർജി ഉണ്ടാവില്ലല്ലോ, ഒരു എനർജി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അന്നാണ് പേരൻസിന്, അതായത് അച്ഛനമ്മമാർക്ക് അന്നാണ് ഭക്ഷണം എന്നർത്ഥം. അന്നം വെച്ചാൽ ചോറെന്നർത്ഥമില്ല, എന്തായാലും ഭക്ഷണം, അവർ കഴിക്കുന്ന ഭക്ഷണമാണ് അവർക്ക് പുഷ്ടിയും ആരോഗ്യവും എനർജിയൊക്കെ കൊടുക്കണതേ. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാവണം പറയാൻ കാരണം. എന്നിട്ടാണ് അവർക്ക് കുട്ടികളുണ്ടാവണം പറയുകയാണ്, ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളുണ്ടാവണമെങ്കിൽ അല്ലേ. അവരുടെ അച്ഛൻ്റെ സ്പേമും അമ്മയുടെ എഗ്ഗും ചേർന്നിട്ടാണല്ലോ പിന്നെ. അപ്പോൾ ഹെൽത്ത് വേണമെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണമല്ലോ. അതുകൊണ്ടാണ് അന്നാദ് ഭൂതാനി ഭവന്തി, അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ജീവികൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് കേട്ടോ, കഴിച്ചിട്ടല്ലേ പറ്റുള്ളൂ. ഭക്ഷണം ഒന്നും കഴിക്കാത്തവർക്ക് പറ്റില്ലല്ലോ. പർജന്യാദ് അതേപോലെ. പിന്നെയോ എങ്ങനെയാണ് അന്നം ഉണ്ടാവണേ? മഴ പെയ്ത് കൃഷിയൊക്കെ ചെയ്ത് അല്ലേ, മഴ പെയ്താല്ലെങ്കിൽ കൃഷിയൊക്കെ ഉണങ്ങില്ലേ. അതുകൊണ്ടാണ് ആ അന്നത്തിൽ നിന്ന് ഭൂതം ഉണ്ടാവണമെന്ന് മുന്നേ അന്നം എങ്ങനെയാണ് ഉണ്ടാവണേ അതാ പറയണത്. പർജന്യാൽ മഴയിൽ നിന്ന് അന്നസംഭവ, അന്നമുണ്ടാകുന്നു അല്ലേ, മഴ പെയ്ത് കൃഷിയൊക്കെ ശരിയായിട്ട്. യജ്ഞാൽ പിന്നെ എങ്ങനെയെന്നാൽ മഴ ഉണ്ടാവണത്? ആൾക്കാർ ചെയ്യുന്നതല്ല, പ്രപഞ്ചത്തിലത്തെ ബാക്കി ഭൂതങ്ങളൊക്കെ ചെയ്യുന്ന യജ്ഞകർമ്മം, എല്ലാ കർമ്മം അവർ യജ്ഞമായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് മഴ പെയ്യണത്. അതിലേക്ക് വരാം നമുക്ക് കേട്ടോ. യജ്ഞാൽ പർജന്യ, മഴ ഭവതി ഉണ്ടാകുന്നു. യജ്ഞം എങ്ങനെയാണ് യജ്ഞം ചെയ്യാന്ന് വെച്ചാൽ കർമ്മം ചെയ്യണമല്ലോ. കർമ്മം യജ്ഞമായിട്ട് ചെയ്യാണല്ലോ. അപ്പോൾ യജ്ഞത്തിൻ്റെ പിന്നിൽ കർമ്മമുണ്ട്. കർമ്മസമുദ്ഭവ, കർമ്മത്തിൽ നിന്നാണ്. കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യണതാണല്ലോ യജ്ഞം. അപ്പോൾ കർമ്മത്തിൽ നിന്നാണ് യജ്ഞം ഉണ്ടാവണ പറയുകയാണ്. കർമ്മം ബ്രഹ്മോത്ഭവം, കർമ്മം വേദത്തിൽ നിന്നുണ്ടാകുന്നു. കർമ്മകാണ്ഡത്തിൽ പറയുന്നുണ്ടല്ലോ വേദത്തിൽ. പിന്നെയോ ബ്രഹ്മോദ്ഭവം, വേദം അല്ലെങ്കിൽ ബ്രഹ്മാവെന്നും പറയാം കേട്ടോ. അതിന് വേണമെങ്കിൽ അക്ഷരസമുദ്ഭവം, വേദം ഇവിടുന്ന് വന്നു പരബ്രഹ്മത്തിൽ നിന്ന്. അക്ഷരം, നാശമില്ലാത്ത ആ ബ്രഹ്മത്തിൽ നിന്ന് അല്ലേ. വിധി എന്നറിഞ്ഞാലും തസ്മാത് ആയതുകൊണ്ട് സർവഗതം
എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ഓൾ പെർവേഡിങ് ബ്രഹ്മ, ബ്രഹ്മം, പരബ്രഹ്മം നിത്യം എപ്പോഴും യജ്ഞത്തിൽ പ്രതിഷ്ഠിതം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ അറിയോ, ഏകദേശം ഞാൻ സാരായിട്ട് പറയാച്ചാൽ എന്തറിയോ, അന്നത്തിൽ നിന്ന് ഫുഡിന്നേ ജീവികളും, പിന്നെയോ മഴയിൽ നിന്ന് അന്നവും ഫുഡും, യജ്ഞത്തിൽ നിന്ന് മഴയും, എല്ലാവരും കർമ്മം യജ്ഞമായി ചെയ്യുമ്പോഴാണ് അതിലേക്ക് വരാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കർമ്മത്തിൽ നിന്ന് യജ്ഞവും, വേദത്തിൽ നിന്ന് കർമ്മവും, പരബ്രഹ്മത്തിൽ നിന്ന് വേദവും പിന്നിലേക്ക് പോവുക ഉണ്ടാവുന്നു. അതിനാൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മം ശരിക്ക് യജ്ഞത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു. നമ്മൾ എന്ത് കർമ്മവും യജ്ഞമായി ചെയ്യുമ്പോൾ അവിടെ പരബ്രഹ്മം ഉണ്ട്. അതാണ് അതായത് യജ്ഞം കൊണ്ട് നമുക്ക് പരബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കാമെന്ന് ചുരുക്കം. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പോകുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഭഗവാൻ എന്താ ഇതിൽ കാണിച്ചു തരുന്നത് വെച്ചാൽ അത് ഗ്രേറ്റസ്റ്റ് ട്രൂത്താണ് കാണിച്ചു തരുന്നത്. ഏറ്റവും വലിയ സത്യം എന്താ അറിയോ, എന്താണ് മൂലകാരണം? എല്ലാം ആ മൂലകാരണത്തിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഇൻ ഓർഡർ വരിയായിട്ട് ക്രമത്തിലുണ്ടാവുക എന്ന മൂലകാരണമായ ബ്രഹ്മത്തിൽ നിന്ന് അല്ലേ. മൂലകാരണം എന്താ? അൾട്ടിമേറ്റ് കോസ് ഏതാ? ബ്രഹ്മം. ആ അൾട്ടിമേറ്റ് കോസായിട്ടുള്ള അല്ലെങ്കിൽ മൂലകാരണമായ ബ്രഹ്മത്തിൽ നിന്ന് ബാക്കിയെല്ലാം കാര്യം, പിന്നെ അത് കാരണമാവും, പിന്നെ ആദ്യ കാര്യം, അത് കാരണമാവും, ആദ്യ കാര്യം. അങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെയാണ് ക്രമമായിട്ട് എല്ലാം ഉണ്ടാവണമെന്നാണ് ഈ ശ്ലോകത്തിൽ കാണിക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തിരിച്ച് അങ്ങോട്ട് പോവാം നമുക്ക്. അതായത് അവസാനം ജീവനാണെന്ന് വെച്ചോളൂ, ഭൂതങ്ങൾ, മനുഷ്യന്മാരൊന്ന് കൂട്ടാം നമുക്ക് കേട്ടോ. അപ്പോൾ എന്താണ്, മനുഷ്യന്മാരൊന്ന് കൂട്ടിയാൽ നമുക്ക് നോക്കാം. ഇവിടുന്ന് തുടങ്ങിയിട്ട് ബ്രഹ്മത്തിൽ എങ്ങനെ എത്തും നോക്കാം. അപ്പോൾ ജീവൻ, ഏതെങ്കിലും ഒരു കുട്ടി എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുക വെച്ചാൽ ഒരു ജീവൻ ജനിച്ചു. ആ ജീവൻ ആണ് ഇപ്പോൾ കാര്യം. അതായത് ഏതോ കാരണത്തിൽ നിന്നുണ്ടായതാണ് ആ ജീവൻ. ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് നമ്മൾ പോകണം. എന്നിട്ട് ആദ്യത്തെ കണ്ണിയിലേക്ക് പരബ്രഹ്മത്തിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ. ആ ജീവനാണ് ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് വെച്ചോളൂ. അതാണ് കാര്യം. കാര്യം മീൻസ് ഫലം ഓഫ് കാരണം. കാരണത്തിൽ നിന്ന് ഉണ്ടായതാണ് കാര്യം. അപ്പോൾ കാര്യം ജീവനാണ് വെച്ചോളൂ. ഒരു കുട്ടി ഉണ്ടായി, അതിൻ്റെ കാരണം എന്താ? അതാണ് ഫുഡ് പറഞ്ഞ അന്നം. അച്ഛനമ്മമാരെ അന്നം വേണ്ട പോലെ കഴിച്ച് ശരീരം പുഷ്ടിപ്പെട്ട് എനർജറ്റിക്കായി പുഷ്ടിയോടുകൂടി എന്നാലല്ലേ കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടി ഉണ്ടാവാൻ ശരിക്കുണ്ടായിട്ടുള്ള കാരണം അച്ഛനമ്മമാർക്ക് ഭക്ഷണം കിട്ടിയോണ്ടാണ്. അപ്പോൾ അത് ഫുഡായിട്ടെടുത്തു കാരണം. ഇനി ഫുഡ് കാര്യവും. ആ ഫുഡ് എവിടുന്ന് വന്നു എന്നാണ്. ഫുഡ് എവിടുന്ന് വന്നു? മേഘം. അതായത് മഴ, മേഘം അതാത് കാലത്ത് വർഷിച്ച് കൃഷിയൊക്കെ നേരെ ആയാലല്ലേ അന്നം ഉണ്ടാവുള്ളൂ. അപ്പം അന്നം കാര്യമാണെങ്കിൽ അന്നത്തിൻ്റെ കാരണം കോസ് ആൻഡ് ഇഫക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഫുഡ് ഇഫക്റ്റായി, കാര്യമായി. കാരണം എന്താണ്? ക്ലൗഡ്സ് അല്ലെങ്കിൽ മേഘം. ഇനി മേഘം ഇഫക്റ്റായി, കാര്യമായി. അതിനെന്താ കാരണം? ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാവരും യജ്ഞമായിട്ട് കർമ്മം ചെയ്തു. അവനവന് വേണ്ടിയിട്ടല്ല, ഫലാപേക്ഷ ഇല്ലാതെ കർമ്മം ചെയ്തു. എന്താന്ന് നോക്കൂ, എങ്ങനെയത് പറയുക വെച്ചാൽ നോക്കൂ, സൂര്യൻ വെളിച്ചം തരെ മാത്രമല്ല ചെയ്യണത്. ഈ ഉദിച്ചു നിൽക്കുന്ന സമയം ഈ സമുദ്രത്തിലത്തെ വെള്ളമൊക്കെ ഈ നീരാവിയാക്കി മുകളിലേക്ക് കൊണ്ടുപോയി. എങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ആരാ സഹായിച്ച്? കാറ്റ്. പഞ്ചഭൂതങ്ങളൊക്കെ യജ്ഞം ചെയ്യണത് എപ്പോഴേ സൂര്യൻ ഒരു ആഗ്രഹങ്ങളും സ്വന്തമായിട്ട് അവനവന് വേണമെന്ന് വെച്ചിട്ടില്ലാണ്ട് യാതൊരു ഫലാപേക്ഷയും കൂടാതെ ഡിറ്റാച്ച്ഡ് റിസൾട്ടായിട്ടാണ് സൂര്യൻ ഇതിനെയൊക്കെ ആവിയാക്കി വായു അതിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചു. അപ്പോൾ ജലമുണ്ട് കേട്ടോ. അപ്പം 3 എണ്ണമായില്ലേ. അവിടെ മുകളിലെ ആകാശം അവിടെ നിൽക്കാൻ സമ്മതിച്ചു അല്ലേ. എന്നിട്ട് കുറേ നേരം നിർത്തി. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് അത് വീഴും. അപ്പോഴല്ലേ കൃഷിയൊക്കെ ഉണ്ടാവണത്.
അപ്പോൾ ഈ വാട്ടർ ക്ലൗഡ്സ് ഉണ്ടല്ലോ, ആ മേഘം ഇപ്പോൾ ഇഫക്റ്റാണ്. അതിൻ്റെ കാരണം എന്താ? ഇവരൊക്കെ കർമ്മം യജ്ഞമായിട്ട് ചെയ്തുകൊണ്ട്. സൂര്യനും വായുവും ജലവും ആകാശവും ഒക്കെ അവരുടെ സ്വധർമ്മം യജ്ഞമായിട്ട് ചെയ്തുകൊണ്ടാണ് ആ ക്ലൗഡ്സ് ഉണ്ടായത്. അത് കഴിഞ്ഞാൽ ആ കർമ്മയജ്ഞം എതിന്ന് വന്നു? ക്ഷരബ്രഹ്മം. വേദത്തിൽ പറഞ്ഞു, കർമ്മകാണ്ഡത്തിൽ ഇങ്ങനെ കർമ്മം ചെയ്യണം, ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അപ്പം എന്താ വേണ്ട വെച്ചാൽ അത് പ്രപഞ്ചം തന്നെ തരുമെന്ന് പറഞ്ഞു. അതാണ് ക്ഷരബ്രഹ്മം. അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ നമ്മളുടെ ബ്രഹ്മാവെന്നും പറയാം. ബ്രഹ്മാവ് അല്ലെങ്കിൽ ഹിരണ്യഗർഭനെന്നോ എന്താ വെച്ചാൽ പറയാം. അതായത് ഒന്നെങ്കിൽ ബ്രഹ്മാവ പറയാം, പ്രജാപതി പറയാം, ഹിരണ്യഗർഭൻ പറയാം. അതന്നെയാണ് ക്ഷരബ്രഹ്മം എന്ന് പറയുന്നത്. വേദം എന്നും പറയാം. എനിക്ക് പക്ഷേ ബ്രഹ്മാവെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നത്. വേദം എന്ന് പറയാം. എന്തായാലും അതാണ്. അപ്പം ഈ കർമ്മം യജ്ഞമായിട്ട് ചെയ്തത് കാര്യമായി. അതിൻ്റെ കാരണം ഏതാണ്? ബ്രഹ്മാവ്. അതായത് ബ്രഹ്മാവിൻ്റെ മനസ്സാണ് അല്ലേ? എന്താ ആ യൂണിവേഴ്സൽ മൈൻഡ്. മനസ്സിലായില്ലേ? അതായത് ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സ് ചെറിയ മനസ്സല്ലേ, എല്ലാവരുടെ മനസ്സും ഒത്തുചേർന്ന പ്രപഞ്ച മനസ്സാണ് ഹിരണ്യഗർഭന്. ആ മനസ്സിലാണ് കർമ്മം ഉണ്ടാവുന്നത്. എല്ലാ കർമ്മങ്ങളുടെയും മൂല കാരണം ആ പ്രപഞ്ച മനസ്സാണ്. നമ്മുടെ മനസ്സാണ് ഇൻഡിവിജ്വലായിട്ടുള്ള കാരണം. പക്ഷേ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ ചെയ്യണത് പ്രപഞ്ച മനസ്സിലത്തെ കർമ്മമാണ്. പ്രപഞ്ച മനസ്സാണ് ഈ പ്രകൃതിയിലത്തെ യജ്ഞങ്ങൾക്കൊക്കെ കാരണം. പ്രപഞ്ച മനസ്സാണ്, യൂണിവേഴ്സൽ മൈൻഡ്, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയും നമ്മൾ. ബ്രഹ്മാവെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ കർമ്മങ്ങളുടെ ഒരു കാരണം ഈ ഹിരണ്യഗർഭൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ച മനസ്സ് യൂണിവേഴ്സൽ മൈൻഡാണ്. ഇനി ആ യൂണിവേഴ്സൽ മൈൻഡിൻ്റെ കാരണം എന്താ? അതിപ്പോൾ കാര്യമായിട്ടോ. എന്നാൽ അതിൻ്റെ കാരണം എന്താ? പരബ്രഹ്മം. അപ്പം നമ്മൾ ജീവനിൽ നിന്ന് തുടങ്ങിയിട്ട് പടിയായിട്ട് ജീവൻ കാര്യം ഫുഡ് കാരണം, പിന്നെ ഫുഡ് കാര്യം മേഘം കാരണം, പിന്നെ മേഘം കാര്യം ഇഫക്റ്റ് കർമ്മം യജ്ഞം കാരണം, കർമ്മയജ്ഞം ഇഫക്റ്റ് അതിന് ലോർഡ് ബ്രഹ്മാന്നോ അല്ലെങ്കിൽ ഹിരണ്യഗർഭനെന്നോ എന്താ വെച്ചാൽ പറയാം, അത് കാരണം. അപ്പോഴേക്കും ലോർഡ് ബ്രഹ്മാവ് ഇപ്പോൾ കാര്യമായി, ഇഫക്റ്റായി. അതിന് കാരണം ആരാണ്? പരബ്രഹ്മം. അപ്പം നമ്മൾ പരബ്രഹ്മത്തിലെത്തിയില്ലേ? കാര്യം കാരണം അപ്പം മൂല കാരണം പരബ്രഹ്മം. ഇനി നമുക്ക് പരബ്രഹ്മത്തിൽ നിന്ന് ഇങ്ങോട്ട് വരിക. നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ അങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ക്ലിയർ ആവാൻ 2 തരത്തിലും എഴുതിയിട്ടു. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ആ അക്ഷരബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ശരിക്കുള്ള പരബ്രഹ്മമാണ് മൂല കാരണം. ഇനി അതിന് ജീവന് വരെ എങ്ങനെ എത്താൻ നോക്കാം. മൂല കാരണം സോഴ്സ് അല്ലേ, കോസ്, മൂല കാരണം. ഇനി അതിൽ നിന്ന് ആദ്യം ലോർഡ് ബ്രഹ്മാവ് ഉണ്ടായി. അത് കാര്യം ഇഫക്റ്റ്. ഇനി ലോർഡ് ബ്രഹ്മ കാരണമാവണു. എന്നിട്ടാണ് ആ മനസ്സിൽ നിന്ന് യൂണിവേഴ്സൽ മൈൻഡിൽ നിന്നാണ് എന്താ നമ്മൾ യജ്ഞമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, സൂര്യൻ ചെയ്യണത്, ജലം ചെയ്യണത്, വെള്ളം വായു ചെയ്യണത്, എല്ലാം ബാക്കി നമ്മളെ മനുഷ്യന്മാരല്ലാത്തവരൊക്കെ ചെയ്യണതൊക്കെ പ്രപഞ്ച മനസ്സിലത്തെ കർമ്മമാണ്. നമ്മൾ ചെയ്യണ കർമ്മം നമ്മുടെ മനസ്സിലത്തെ, പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രപഞ്ച മനസ്സാണല്ലോ എന്തായാലും. അപ്പോൾ ആദ്യ അക്ഷരഭ്രമം മൂല കാരണം, അതിൻ്റെ കാര്യം ഇഫക്റ്റ് ഹിരണ്യഗർഭനെന്നോ യൂണിവേഴ്സൽ മൈൻഡെന്നോ പറയാം. പിന്നെ അത് കാരണമായിട്ട് അതിൽ നിന്നാണ് കർമ്മം ഓർ യജ്ഞം ഉണ്ടാവുന്നത്. പിന്നെ യജ്ഞം അതപ്പോൾ ഇഫക്റ്റാണ് കേട്ടോ. പിന്നെ യജ്ഞം കാരണമാവും. അതിൻ്റെ കാര്യം എന്താ? ക്ലൗഡ്സ് യജ്ഞം ചെയ്യുകൊണ്ടാണ്, നല്ല യജ്ഞമായിട്ട് സൂര്യനും ഇവരൊക്കെ ചെയ്യുകൊണ്ടാണ് ആകാശത്ത് മേഘം ഉണ്ടാവണം എന്നൊരു സമയത്തിന് മഴയൊക്കെ പെയ്യണത്. അത് കഴിഞ്ഞാൽ അത് ആ ക്ലൗഡ്സ് കാരണമാവും. എന്നിട്ട് ഉണ്ടാവണ കാര്യം എന്താ? ഫുഡ്, അന്നം. പിന്നെ അന്നം കാരണമാവും എന്തിന്? ഈ അച്ഛനമ്മമാർക്ക് ഫുഡ് ഉണ്ടായാലല്ലേ പിന്നെ കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പുറത്ത് ഭക്ഷണം അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അച്ഛനമ്മമാർക്ക് ഈ ജീവനെ സൃഷ്ടിക്കാൻ ഉള്ള കാരണവും ഫുഡ്. അപ്പോൾ
ജീവനിൽ നിന്ന് തുടങ്ങിയിട്ട്, ജീവൻ എന്നുള്ള അവസാനത്തെ കാര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മൂലകാരണത്തിലേക്ക് എത്താനും പറ്റും. മൂലകാരണത്തിൽ നിന്ന് തുടങ്ങിയെന്ന് എങ്ങനെയാണ് ജീവനിലേക്ക് എത്താനും ക്രമമായിട്ട് നമുക്ക് അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഈ ഒരു ശ്ലോകത്തിൽ അതാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പ്രപഞ്ചയജ്ഞം പറഞ്ഞു. നമ്മൾ പ്രപഞ്ചത്തിലത്തെ ബാക്കിയുള്ളവരൊക്കെ യജ്ഞം ചെയ്യണം, എല്ലാവരും യജ്ഞമാണ് ചെയ്യണത്. പക്ഷികൾ പിന്നെ തിന്നിട്ട് എവിടെയെങ്കിലും പോയി ഇതാവുമ്പോൾ അവിടെ ഉണ്ടാവും അല്ലേ, പുറത്തേക്ക് വിടുമ്പോൾ അവിടെ ചെടി ഉണ്ടാവണു, അല്ലെങ്കിൽ പൂമ്പാറ്റകളൊക്കെ നമ്മൾ പറഞ്ഞുവല്ലോ മുമ്പേ. എല്ലാവരും യജ്ഞമായിട്ടാണ് ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാം നടക്കണതേ. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇത്ര നന്നായി നടക്കണത് തന്നെ. നമ്മളാണ് അങ്ങനെ ചെയ്യാണ്ടിരിക്കണുള്ളൂ. അപ്പോൾ പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരികയാണ്, ഫലാപേക്ഷ ഇല്ലാതെ, അവനവന് വേണ്ടിയിട്ടല്ലാതെ, സ്വാർത്ഥമില്ലാതെ സ്വധർമ്മം ചെയ്യൂ. എന്നാൽ നല്ല ഹാർമോണിയസ്, വളരെ ശാന്തമായിട്ട് അങ്ങടും ഇങ്ങടും നല്ല സ്നേഹമായിട്ടും ഇരിക്കാനുള്ള ഒരു ഐശ്വര്യത്തോടു കൂടിയിട്ട് ലോകം മുഴുവനും ഇരിക്കാൻ അതാണ് വഴിയെന്ന് പ്രപഞ്ചം കാണിച്ചു തരികയാണ്. അപ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞ വെച്ചാൽ, നമ്മൾ നമ്മുടെ കർമ്മം, സ്വധർമ്മം ഫലാപേക്ഷ ഇല്ലാതെ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ചെയ്താൽ, യജ്ഞമായിട്ട് ചെയ്താൽ നമ്മുടെ എല്ലാ കർമ്മവാസനകളും നശിക്കും. അങ്ങനെ നമുക്ക് ബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കാം എന്നാണ് പറയുന്നത് ഭഗവാൻ. കാരണം യജ്ഞമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ മനഃശുദ്ധീകരിച്ച് അതിൽ ജ്ഞാനം ഉദിക്കണത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുല്ലോ, ജീവനെന്ന ബ്രഹ്മത്തിലേക്കും ജീവനെന്ന പരബ്രഹ്മത്തിലേക്കും കാര്യം കാരണം അങ്ങനെ നമ്മൾ മൂലകാരണത്തിലെത്തി. പിന്നെ പരബ്രഹ്മത്തിൽ നിന്ന് ജീവനിലേക്കും കാരണം കാര്യം അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് എത്തി. ജീവനാണ് ആദ്യം എടുക്കണം വെച്ചാൽ കാര്യം കാരണം ഇഫക്റ്റ് കോസ് എന്നാണ്. അല്ല, ബ്രഹ്മാണ് ആദ്യം എടുക്കണം വെച്ചാൽ ബ്രഹ്മാണല്ലോ മൂലകാരണം. അപ്പോൾ കോസ് ഇഫക്റ്റ് എങ്ങനെയായാലും നമ്മളെ ഈ പരബ്രഹ്മത്തിൽ നിന്ന് ജീവനിലേക്കും ജീവൻ എന്ന പരബ്രഹ്മത്തിലേക്കും സ്റ്റെപ്പായിട്ട് എങ്ങനെ നമുക്ക് പോവാം? ഓൺലി നമ്മൾ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിക്കുന്ന ഒരു യജ്ഞമായിട്ട് ചെയ്താൽ നമുക്ക് ബ്രഹ്മത്തിലെത്താം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്ര നല്ലൊരു ശ്ലോകം അല്ലേ? പരമകാരണം ബ്രഹ്മാണ്, അതാണ് സത്യം. അപ്പോൾ സ്വധർമാനുഷ്ഠാനം യജ്ഞമായിട്ട് നമ്മളുടെ കർമ്മം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി ഈ പിന്നത്തെ അതായത് ഇനി അടുത്ത് വരാൻ പോണത് എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നാണ്. മനസ്സിലായില്ലേ? ഇനി അങ്ങനെ യജ്ഞമായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഹാർമോണിയസ് ലിവിങ് എമംഗ് ഓൾ ദ ഭൂതാസ്, എല്ലാ സർവ്വജീവജാലങ്ങളും ഇങ്ങനെ ഒരു സമഭാവനയിലും സമനിലയിലും വളരെ ഹാർമോണിയസ് ആയിട്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? നമ്മുടെ ഈ എല്ലാ പ്രോബ്ലംസിൻ്റെയും വേറെ എന്താ അറിയോ? ഈഗോ. ശരിക്കും ആ ഈഗോ എപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്നു, അപ്പം നമ്മുടെ എല്ലാ കർമ്മങ്ങളും യജ്ഞമായിത്തീരുന്നു. അപ്പം യജ്ഞം തുടങ്ങി. നമ്മുടെ അഹങ്കാരം എപ്പോൾ അടങ്ങണോ അപ്പം നമ്മൾ ചെയ്യണത് മുഴുവൻ യജ്ഞമായി മാറും. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ കർമ്മം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കർമ്മം ചെയ്യുക, ഫലം അനുഭവിക്കുക, കർമ്മം ചെയ്യുക. ഒരിക്കലും നമുക്ക് കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതരാവാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒന്നുകിൽ ഭോഗമാണ് അനുഭവിക്കുക, അല്ലെങ്കിൽ ദ്രോഹമാണ്, അല്ലെങ്കിൽ രോഗമാണ് തന്നെ പറയാം. മനസ്സിലായില്ലേ? ആ ചെയ്യണ ആൾക്ക് ഒന്നുകിൽ അതിൻ്റെ സുഖം അനുഭവിക്കാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ദ്രോഹമാവും. പിന്നെ നമ്മൾ സുഖം അനുഭവിച്ചിട്ട് രോഗം വരാം. അപ്പോൾ ഈ യജ്ഞമായിട്ട് ചെയ്യാത്ത കർമ്മങ്ങളൊക്കെ നമുക്ക് പിന്നെയും കർമ്മബന്ധനം ഉണ്ടാക്കുകയാണ്. കാരണം നമ്മൾ ഭോഗത്തിനും ദ്രോഹത്തിനും രോഗം ഉണ്ടാവാനും ഒക്കെ അതൊക്കെ ചെയ്യണതേ. അപ്പോൾ വേദങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, കർമ്മം ചെയ്യണം. ആദ്യം നമുക്ക് അറിയില്ല, അപ്പോൾ ഫലാപേക്ഷയോട് കൂടെയൊക്കെ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ഫലാപേക്ഷയോട് കൂടാതെ ചെയ്താൽ എല്ലാം പ്രപഞ്ചയജ്ഞമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ബ്രഹ്മം സാക്ഷാത്കരിക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ് ആത്മസമർപ്പണത്തോടു കൂടി ചെയ്യണത്, അതാണത്രേ പരബ്രഹ്മത്തിൻ്റെ സ്പന്ദനം, ബീറ്റ് ഓഫ് ദ ബ്രഹ്മം. നമ്മൾ വാട്ട് എവർ യു ഡു വിത്ത് ആത്മസമർപ്പണം, അവനവനെ തന്നെ ഓഫർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതാണത്രേ
ബീറ്റ് ഓഫ് ദ ബ്രഹ്മം അല്ലെങ്കിൽ സ്പന്ദനം, ബ്രഹ്മസ്പന്ദനാണ് അത്ര അതായത് ബ്രഹ്മത്തിന് അത്ര സന്തോഷമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ പ്രപഞ്ചശക്തിക്ക് എന്തൊരു സന്തോഷം അത്രേ. സോ ഞാനും എൻ്റെയും എന്നുള്ള ഭാവം പോയാൽ പിന്നെ എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ്. അതാണല്ലോ ത്യാഗവും സേവനവും. നമ്മളെല്ലാ കർമ്മങ്ങളും ത്യാഗമായിട്ടും സേവനമായിട്ടും ചെയ്താൽ മതി. അതാണ് ഇതിൽ പറയണത്. അപ്പോൾ ഭഗവാൻ എന്താ പറയണ വെച്ചാൽ എല്ലാവർക്കും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെങ്കിൽ എല്ലാവരും അവനവൻ്റെ കർമ്മങ്ങളെ ഫലാപേക്ഷയില്ലാതെ ഭഗവതർപ്പണമായിട്ട് ചെയ്യണം. ആലോചിച്ച് നോക്കിയാൽ അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചെയ്യണ കർമ്മത്തിന് സഹായിക്കണതൊന്നും നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ല. നമ്മളെ ഭഗവാൻ നമുക്ക് തന്ന ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ സൗകര്യങ്ങളും വെച്ചാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യണത്. അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ കണ്ടുപിടിച്ചതോ നമ്മൾ ഒന്നുമല്ല. അപ്പം പിന്നെ അതിൻ്റെ ഫലവും നമ്മൾ തന്നെ അനുഭവിക്കാൻ പാടില്ല. അതും അപ്പോൾ പ്രപഞ്ചത്തിന് കൊടുക്കണം. പ്രപഞ്ചത്തിലത്തെ എത്രയോ ആൾക്കാരുടെ ഫലം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും എല്ലാവർക്കും അനുഭവിക്കാൻ എല്ലാവരും എലിജിബിളാണ് അല്ലേ? അതാണ് പറയുന്നത്. ഭയങ്കര നല്ലൊരു കോൺസെപ്റ്റാണ് അല്ലേ കേട്ടാൽ. അപ്പോൾ നമുക്കൊരു സമാധാനപരമായിട്ടും സ്നേഹമായിട്ടൊക്കെ ജീവിക്കണം, എക്സിസ്റ്റ് ചെയ്യണം ഈ ലോകത്തിൽ വെച്ചാൽ എല്ലാവരും കർമ്മം യജ്ഞമായി ചെയ്യണം. ഈച്ച് ടൈം നമ്മൾ കർമ്മം യജ്ഞമായി ചെയ്യുമ്പോൾ ബ്രഹ്മം സ്പന്ദിക്കും, അല്ലെങ്കിൽ ബീറ്റ് ഓഫ് ദ ബ്രഹ്മം എന്ന് പറയണത് അതുകൊണ്ടാണ്. നല്ല കർമ്മങ്ങൾ നമ്മൾ എവിടെ ചെയ്താലും അതിൻ്റെ വേവ്സ് എല്ലാവരും അനുഭവിക്കും. ചീത്ത കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ ചീത്ത ഫലങ്ങൾ ആ ചെയ്യണ ആൾ മാത്രമല്ലേ പ്രപഞ്ചം മുഴുവൻ അനുഭവിക്കുക. അതല്ലേ കഷ്ടം. അത്ര കഷ്ടമല്ലേ അത്? നമ്മൾ നല്ല കർമ്മങ്ങൾ സെൽഫിഷ് അല്ലാതെ ഫലാപേക്ഷ ഇല്ലാതെ ചെയ്താൽ നമ്മൾ വിചാരിക്കണ പോലെ ഇപ്പം നമ്മളെ അപ്പം കാണുന്ന ആൾക്കാരല്ല ഈ പ്രപഞ്ചത്തിന് തന്നെ സന്തോഷിപ്പിക്കേണ്ട. പ്രപഞ്ചത്തിൽ അതിൻ്റെ അലകൾ പോവും. അതേപോലെയാണ് ചീത്തയും. കാരണം എല്ലാവരുടെ അന്തര്യാമിയാണ്, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ബ്രഹ്മം. അപ്പം നമ്മളെ എവിടെ വെച്ച് ചെയ്താലും ആ ബ്രഹ്മം അനുഭവിക്കേണ്ട, നല്ലതാണെങ്കിലും ചീത്തയിലും അതിൻ്റെ ഇതുണ്ട്, എന്താ പറയുക, ആ തുടിപ്പ് വരുന്നുണ്ട്. കാരണം എല്ലാം ആ പരമാത്മാവ് എന്നല്ലേ വരണേ. പക്ഷെ എന്താ നമ്മളുടെ ഒരു പ്രധാനം വെച്ചാൽ ഈ മനസ്സ് നമുക്ക് മായയിൽ നമ്മളെ മുക്കുകയാണ്. അപ്പോൾ ഈ ആ ബ്രഹ്മത്തിൻ്റെ പുറത്ത് ഈ ലോകത്തിനെ അങ്ങോട്ട് വെച്ചിട്ട് അതാണ് ശരിയെന്ന് പറയിപ്പിക്കുകയാണ് മായ അല്ലേ. ഇപ്പോൾ നമുക്ക് അഹങ്കാരം ഇല്ല വെച്ചാൽ നമ്മളാ ചെയ്യണമെന്നുള്ള വിചാരം നമുക്കില്ലേ. ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്നല്ലേ വിചാരം. അതാണ്. അപ്പം അത് യജ്ഞയി. അപ്പോൾ ഈ ഒരു ധർമ്മചക്രം അല്ലെങ്കിൽ അത് നമ്മളറിയാതെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ യജ്ഞങ്ങൾ നടക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ മഴ, സൂര്യൻ, പക്ഷികൾ, മൃഗങ്ങൾ ഒക്കെ അങ്ങനെ സെൽഫിഷ് അല്ലാണ്ട് ചെയ്യണത്, നമ്മളാണ് അല്ലാണ്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതുപോലെ കാണിച്ചു തരുന്ന പോലെ നമ്മളും ചെയ്താൽ നമുക്ക് വളരെ ഹാർമോണിയസ് ലിവിങ് ഉണ്ടാവാം എന്നാണ് കേട്ടോ പറയണത്. പിന്നെ നമ്മളിപ്പോൾ എന്താണ് രംഗനാഥാനന്ദ സ്വാമി ഇത് പറയുന്നുണ്ട്, ശരിയാ. നമ്മളിപ്പോൾ നോക്കൂ, നമുക്ക് ഒരു ജോലി ഉണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ട് വെച്ചാൽ നമ്മളെ ഗവൺമെൻറ്റിന് ഇത്രയിലധികം വരവുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് കൊടുക്കണം പറയുമല്ലോ നമ്മളല്ലേ. ആ ടാക്സ് കൊടുത്തതിന് ശേഷം നമുക്കൊരു കുറ്റബോധം ഇല്ലാതെ നമുക്ക് കിട്ടുന്ന വരവ് നമുക്ക് സുഖമായിട്ട് അനുഭവിക്കാം അല്ലേ. പക്ഷെ അത് ചെയ്യാതിരുന്നാലോ തെറ്റല്ലേ, അത് ധർമ്മമല്ലല്ലോ. അപ്പം നമുക്ക് എന്ത് കിട്ടിയാലും അത് ഇപ്പോൾ എന്താണ് സൊസൈറ്റിയിലത്തെ നിയമം വെച്ചാൽ ആ നിയമത്തിനെ തെറ്റി നടന്നാലുണ്ടല്ലോ നമ്മൾക്ക് മാത്രമല്ല അതിൻ്റെ ചീത്തത്വം, ഈ പ്രപഞ്ചം തന്നെ അനുഭവിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ നല്ലത് ചെയ്യുമ്പോഴും അതെ. കാരണം ബ്രഹ്മം എല്ലാ ദിക്കിലും ഉണ്ട്. അപ്പം നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒക്കെ ബ്രഹ്മം അനുഭവിക്കാന്നല്ല, ബ്രഹ്മത്തിനത് എഫക്റ്റ് ചെയ്യേണ്ട ഹോൾ ലോകത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യണം പറയണത്. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് ശരിയാണ്, നമുക്കും അതെ അവനവനെ ഒരു സന്തോഷമാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ അരുതാതെ ചെയ്താൽ നമുക്ക് കുറ്റബോധമാണ്. ഇപ്പം നമുക്ക് കുറച്ച് പൈസ കിട്ടി, അത് ശരിക്കും എത്രയാണ് വിചാരിക്കാത്ത പൈസ കിട്ടി വെച്ചോളൂ. അതിൽ എത്രയാണ്
ഈ ഇൻകം ടാക്സ് കൊടുക്കണില്ല വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒന്നും ശല്യമില്ല, സുഖമായി ജീവിക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് അല്ലേ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. എന്താ വെച്ചാൽ ഇത് ഈസ് ഓൾ പെർവൈഡിങ് ബ്രഹ്മം ഈസ് പ്രസൻറ്റ് എവ്രിവെയർ. അത് നമ്മുടെ യജ്ഞത്തിലുണ്ട്. ഭഗവാൻ തന്നെയാണല്ലോ യജ്ഞം. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എല്ലാ കർമ്മങ്ങളും അങ്ങോട്ട് യജ്ഞമായി ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോഴാണ് അത്ര ഒരു ജ്ഞാനി ജനിക്കണത്. ഒരു ജ്ഞാനിയുടെ ജന്മം എപ്പോഴാ? നമ്മളിങ്ങനെ പ്രപഞ്ച യജ്ഞം ചെയ്ത് ചെയ്ത് മനസ്സങ്ങോട്ട് പ്യൂരിഫൈഡ് ആകുമ്പോൾ, നല്ല ശുദ്ധമാകുമ്പോൾ ഒരു ജ്ഞാനി അങ്ങോട്ട് ജനിക്കും. അപ്പം ശരിക്കും പറയാച്ചാൽ ഈ കർമ്മയജ്ഞമായി ചെയ്യണേൻ്റെ ഒരു ഫലം എന്താ? ജ്ഞാനി അവലാണെന്നർത്ഥം. അത്രയ്ക്ക് പ്രധാനമാണ് നമ്മൾ ഫലാപേക്ഷയോട് കൂടാതെ ഈശ്വരാർപ്പണമാണ്, എന്നെ ഈശ്വരൻ ചെയ്യിക്കുന്നു, ഞാൻ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എനിക്കൊന്നിനും ഒരു ക്രെഡിറ്റോ അല്ലെങ്കിൽ എനിക്കൊരു അവകാശം ഒന്നുമില്ല എന്ന് നല്ലോണം മനസ്സിലാക്കി ചെയ്യലാണത്രേ നമുക്ക് ഏറ്റവും വേണ്ടത്. അത് നമ്മളെ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിക്കും എന്നാണ് ഈ 2 ശ്ലോകങ്ങൾ. വളരെ നല്ല ശ്ലോകങ്ങൾ. അപ്പം ഞാൻ അത് വായിച്ച് നമുക്ക് ഇന്നത്തെ നിർത്താം. അത് ആ ഒരു സൈക്കിൾ ഓർമ്മിക്കണം കേട്ടോ. എന്താ അറിയോ, ബ്രഹ്മത്തിൽ തുടങ്ങിയില്ല, പരബ്രഹ്മത്തിൽ തുടങ്ങി ജീവനിലേക്കും കാരണം കാര്യം കാരണം കാര്യം കാരണം കാര്യം അങ്ങനെ, പിന്നെ ജീവനിന്ന് തുടങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം റിവേഴ്സ് ഓർഡറിൽ. കാര്യം കാരണം കാര്യം കാരണം കാര്യം കാരണം അങ്ങനെ നമുക്ക് അതിലും എത്താം. ഓക്കെ, അപ്പം ഞാൻ 14ഉം 15ഉം വായിച്ച് ഇന്നത്തെ നിർത്താം. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മസമുദ്ഭവ കർമ്മബ്രഹ്മോത്മവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അതുകൊണ്ട് ബ്രഹ്മം യജ്ഞത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന്. ബ്രഹ്മം യജ്ഞം തന്നെയാണ്, യജ്ഞത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. യജ്ഞം നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലുണ്ടല്ലോ എല്ലാം ഭഗവാൻ തന്നെയാണെന്ന്, അതന്നെ അതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമസ്താപരാധം ക്ഷമസ്വമേ. ഗുരുവായൂരപ്പ ശരണം.